أن تعبد الله كأنك تراه فإن لم تكن تراه فإنه يراك. صدق الله وصدق رسول الله صلى الله عليه وسلم. ബഹുമാനപ്പെട്ട ആലിമീങ്ങളെ മുതാലിമീങ്ങളെ, അല്ലാഹുവിന്റെ ഫദ്ലുകൊണ്ട് ഉസ്താദ് പറഞ്ഞതുപോലെ കോഴിക്കോട്ടിൽ വെച്ച് ബാനി ഹദ്റത്ത് റഹ്മത്തുള്ളാഹി അലൈഹിന്റെ ഒരു അനുസ്മരണ യോഗം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വടകര പോകുന്ന വഴിയിൽ ഞാൻ അതിൽ പങ്കെടുക്കാം എന്ന് ഞാൻ പറഞ്ഞത്. പിന്നെ ഇവിടുത്തെ കോലങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. ഈ സദസ്സിൽ നിങ്ങളോട് സംസാരിക്കാനുള്ള തൗഫീഖും അല്ലാഹു നൽകി. അൽഹംദുലില്ലാഹ്. ഉസ്താദ് പറഞ്ഞതുപോലെ ആത്മീയമായ തസവ്വുഫിന്റെ ചില കാര്യങ്ങൾ മാത്രമോട് ഞാൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാൻ ഞാൻ കരുതുന്നു. തസവ്വുഫ് എന്ന് പറഞ്ഞാൽ രണ്ട് ഒരു ഹദീസ്, അതിന്റെ തുടക്കം ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, അതിന്റെ ഇന്തിഹാ, അതിന്റെ അവസാനത്തെ ഘടകം അൻ തഅബ്ദുല്ലാഹ കഅന്നക തറാഹു. ഇതിന്റെ ഇടയിലാണ് തസവ്വുഫ്. ഇതിന്റെ വിശദീകരിക്കണമെങ്കിൽ മിക്കവാറും ആലിമീങ്ങളായതുകൊണ്ട് ഞാൻ ചില വിഷയങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നു. ഈ ലോകത്തിൽ ജനിക്കുന്ന കുട്ടികൾ പരിശുദ്ധമായ കളങ്കമില്ലാത്ത പാവങ്ങൾ കുറ്റങ്ങൾ ഒന്നുമില്ലാത്ത ഒരു രീതിയിലാണ് ഈ ലോകത്തിൽ കുട്ടികൾ ജനിക്കുന്നത്. കുല്ലു മൗലൂദിൻ യൂലദു അലാ ഫിത്രത്തിൽ ഇസ്ലാം ഫഅബവാഹു യുഹബ്ബിദാനിഹി വയുനസ്സിറാനിഹി വയുമജ്ജിസാനിഹി. പരിശ്രമിക്കപ്പെടുന്ന കുട്ടികളെല്ലാം കുറ്റമില്ലാത്തവരാണ്. ഒരു പാവം ഒരു കളങ്കമില്ലാത്ത നിലയ്ക്കാണ് ഈ ലോകത്തിൽ ജനിക്കുന്നത്. അവൻ ഈ ലോകത്തിൽ വന്നതിന് ശേഷം സ്ത്രീകൾ, സമ്പത്തുകൾ, അവന്റെ മക്കൾ, ഇതിൽ അവർക്ക് ഒരു അത്യാഗ്രഹമുണ്ടാകും. സാധാരണ മാലിന്റെ പേരിൽ ഇൻസാൻ ഹദീസാണ് എന്ന് നമുക്കറിയും. زين للناس حب الشهوات من النساء والبنين والقناطير المقنطرة. ഇതുപോലത്തെ ചില കടൂറാത്തുകൾ മനുഷ്യന്റെ ഹൃദയത്തിൽ വരുമ്പോ കളങ്കമില്ലാത്ത ആ ഹൃദയങ്ങളെല്ലാം കളങ്കമുള്ളതായി മാറും, അഴുക്കുള്ളതായി മാറും, കടൂരത്തുകൾ നിറഞ്ഞ കല്ലുകളായി മാറും. കദൂറത്ത് എന്ന് പറഞ്ഞാൽ കദൂറാത്തുൽ നഫ്സാനിയ
ഒന്നുണ്ട്, കദൂറാത്തുൽ ബശരിയ ഒന്നുണ്ട്, കദൂറാത്തുൽ ബദനിയ ഉണ്ട്. ഈ അഴുക്കുകളെല്ലാം ഒന്നിച്ചു കൂടുമ്പോൾ അവൻ ചീത്തയായി പോകും. അവന്റെ ഹൃദയം പാപങ്ങൾ, കുറ്റങ്ങൾ കൊണ്ട് നിറഞ്ഞതായി മാറും. പരിശുദ്ധമായ ഹൃദയത്തിനോട് ഈ ലോകത്തിൽ ജനിച്ച ആ കുട്ടി ഇപ്പൊ ശഹവത്തുകൾ കൊണ്ടും മാലിന്റെ ഹിരസുകൾ കൊണ്ടും ഔലാദുകളിന്റെ പേരിലുള്ള മഹബത്ത് കൊണ്ടും കുറ്റക്കാരനായി മാറും. ഈ അഴുക്കുകൾ ശരിയാക്കാൻ, അതിനെ വൃത്തിയാക്കാനുള്ള വഴി എന്താണ് എന്ന് നമ്മൾ ഖുർആൻ ഹദീസിന്റെ വഴികളെ നോക്കിയാൽ ഇതിന്റെ ഒരു മരുന്ന് കിട്ടുന്ന ലികുല്ലി ഷൈഇൻ സഖാനത്തുൽ ഖൽബി ദിക്റുല്ലാഹ്, ലികുല്ലി ഷൈഇൻ ജലാഉൻ വജലാഉൽ ഖൽബി ദിക്റുല്ലാഹ്. ഓരോ വസ്തുവിനെയും വൃത്തിയാക്കാനുള്ള, പഴവഴപ്പാക്കി മാറ്റാനുള്ള ഒരു തെളിച്ചം ഓരോ വസ്തുവിനും ഉണ്ട്. ഖൽബിന്റെ തെളിച്ചം അല്ലാഹുവിന്റെ ദിക്റാണ്. ഖൽബിന്റെ തിളക്കം ദിക്റാണ്. ജലാഉൽ ഖൽബി ദിക്റുല്ലാഹ്. പറഞ്ഞുകൊണ്ട് വരുന്ന വിഷയങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നാടന്മാരോട് സംസാരിക്കുന്ന രീതിയിലാണ് വന്നത്. ഇപ്പൊ അവസ്ഥകളൊക്കെ മാറിയുള്ളത് കൊണ്ട് ഞാൻ ഈ കാര്യം പറയുന്നു. അല്ലെങ്കിൽ ഈ കാര്യം പറയേണ്ട ആവശ്യമില്ല. മനസ്സിലാക്കിയാൽ നന്നു, മനസ്സിലായില്ലെങ്കിൽ വളരെ നന്നു. ഞാൻ ചുരുക്കി പറയുക. ഇപ്പോ ദിക്ർ എന്ന ഒരു ഹാലത്ത്, ദിക്റിന്റെ ഹാലത്തിൽ മനുഷ്യൻ എത്തുന്ന സമയത്ത് അവന്റെ കൽബ് ശുദ്ധിയാവുന്നു. ഈ കളങ്കം, അഴുക്കുകളൊക്കെ അവനിൽ നിന്നും ദൂരമായി പോകുന്നു. അപ്പൊ അവന്റെ കൽബ് മുസഫായ ഒരു നിലയ്ക്ക് അത് മാറി വരുന്നു. അതിന് അടുത്ത ഒരു ഹാലുണ്ട്, അതിന്റെ പേര് ഫറാഗാണ്. ഗൈറുല്ലാഹിനെ പുറത്തിട്ടിട്ട് അല്ലാഹുവിനെ മാത്രം കൽബിൽ കൊണ്ടുവരാൻ കൽബിനെ ഫാരിഗാക്കി വെക്കുന്ന ഒരവസ്ഥ, ഇതിന്റെ പേര് ഫറാഗ് എന്ന് പറയും. ഫറാഗിന്റെ ഹാലിൽ അവൻ പക്വതയും അവനക്ക് കിട്ടുമ്പോ അതിൽ നിന്നും ഒരു വഴി അവൻ കയറി വരും. അപ്പൊ കുറുബ് കിട്ടുന്നു. കുറുബ് ഒരു ഹാലാണ്. ഈ കുറുബിന്റെ ഹാലത്ത് കിട്ടിയാൽ ദിക്റിന്റെ ആവശ്യമില്ലാതെയാവും. സാധാരണ ഇത് പറഞ്ഞാൽ മനസ്സിലാവും, കുറച്ച് ബുദ്ധിമുട്ടാണ്. രണ്ടുപേരുടെ ഇടയിൽ, ഒരാളും പെണ്ണിന്റെ ഇടയിൽ പ്രേമുണ്ട് വെച്ചോ. ഇവൻ അവളുടെ ചിന്തയിൽ തന്നെ എപ്പോഴും 24 മണിക്കൂറും അവളുടെ ചിന്തയാണ്. അതേ ചിന്തയാണ്. കിടന്നുറങ്ങിയാലും സ്വപ്നത്തിൽ അവളാണ് കാണുന്നത്. എവിടെയും നടന്നാലും இருந்தாലും ഏത് വാക്കിൽ പോയാലും വന്നാലും അവളുടെ ചിന്തയാണ്. അതിൽ നിന്ന് ഒഴിവാക്കാൻ വഴിയില്ലാത്ത ഒരവസ്ഥയിൽ അവളെ ഓർക്കുന്നില്ല. പക്ഷെ ഇതുവരെ അവൾ ഹായിവായിരിക്കുന്ന സമയത്താണ് ഈ ഓർക്കുന്ന അവസ്ഥ, ഈ ദിക്ർ. അവളെന്നെ അടുത്തു വന്ന് നിൽക്കുന്നു. അടുത്തു വന്നു എന്ന് പറഞ്ഞാൽ അവളെ കുറിച്ച് ഓർക്കേണ്ട ആവശ്യമുണ്ട്. ഇല്ലാത്തവർക്ക് ഓർക്കാം. ഇവിടെ എപ്പോഴും അടുത്തുണ്ട്, പിന്നെ അവളെ ഓർക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ കുറുബ് കിട്ടുമ്പോ കായികമായ ഒരുത്തനെ ദിക്ർ ചെയ്യുന്ന ഒരവസ്ഥ മാറി കുറുബിന്റെ ഹാലത്തിൽ മനുഷ്യനെത്തും. കുറുബിന്റെ ഹാലത്തിൽ അവൻ പക്വത ആകുമ്പോൾ അവന്റെ കദൂറാത്തുകളൊക്കെ ദൂരം പോകുമ്പോൾ അവനക്ക് മാരിഫത്തിന്റെ ഹാലത്തിൽ കിട്ടുന്നു. ഇതുവരെ സുലൂക്കിന്റെ ദർജയാണ്.
ഇതിൽ സഞ്ചരിക്കുന്നവർക്ക് സാലിക് എന്ന പേര് പറയും. സുലൂക്കിന്റെ ദർജ കഴിഞ്ഞാൽ ഇതിനടുത്ത് മാരിഫത്താണ്. സുലൂക്ക് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് നമ്മുടെ ലക്ഷ്യം ഒരു സ്ഥലത്ത് ഉണ്ടാവും, അവിടെ പോയിക്കൊണ്ടിരിക്കുന്നു. വഴിയിൽ അവൻ സഞ്ചരിക്കുന്ന സ്ഥലങ്ങൾ, യാത്രയിൽ പോകുന്ന സ്ഥലങ്ങളൊക്കെ സുലൂക്കിന്റെ മർത്തബയിലാണ്. മാരിഫത്ത് ഇതിന് അടുത്ത ഘടകമാണ്, ഒരടുത്ത മർഹലയാണ്. ഈ മാരിഫത്ത് സുലൂക്കിന്റെ ഇന്തിഹാവും മാരിഫത്തിന്റെ ഇബ്തിദാവും രണ്ടും ഒന്നാണ്. മാരിഫത്ത് എന്ന് പറഞ്ഞാൽ എന്താണത്? അള്ളാഹുവിന്റെ മഖ്ലൂഖിൽ ചിന്തിക്കുക, മഖ്ലൂഖാത്തുകളെ ചിന്തിച്ചിട്ട് അള്ളാഹുവിനെ ചിന്തിക്കുക. അള്ളാഹുവിന്റെ ഖുദ്റത്തും അവന്റെ സൽക്കരത്തും അവന്റെ ആധാരങ്ങളൊക്കെ അതിൽ നിന്നും മനസ്സിലാകും. ഫീ കുല്ലി ശൈഇൻ ലഹു ആയത്തുൻ തദുല്ലു അലാ അന്നഹു വാഹിദ്. ലോകത്തിന്റെ എല്ലാ മഖ്ലൂഖുകളിലും അള്ളാഹു ഒരുത്തനാണ് എന്ന് അറിയിക്കുന്ന തെളിവും അതിലുണ്ട്. അപ്പൊ മഖ്ലൂഖാത്തിനെ അവൻ കാണും, മഖ്ലൂഖാത്തിന് മസ്നൂആത്തുകളെ കണ്ടിട്ട് അള്ളാഹുവിന്റെ സാനിഇനെ ഓർക്കുന്ന ഒരവസ്ഥ. മഖ്ലൂഖാത്തിനെ പറ്റി അവനക്ക് വകവെക്കൂല, അതിനെ അറ്റിവാറേ ചെയ്യാനില്ല. കാരണം എന്ത്? അള്ളാഹു മാത്രമാണ്. ഒരുത്തൻ അടിച്ചു, ഉടനെ അവൻ ചിന്തിക്കും ഇവൻ അടിച്ചില്ല, ഇവനെ കൊണ്ട് അള്ളാഹിനെ അടിപ്പിക്കുകയാണ്. ഒരുത്തൻ തട്ടി വീഴുന്നു, ഒരു കല്ല് തട്ടി വീഴുന്നു, അവൻ ഓർക്കുന്നു ഇത് കല്ല് തട്ടിയതല്ല, അല്ലാഹു തട്ടിവിട്ടതാണ്, അള്ളാഹാണ് വീഴ്ത്തിയത്. ചുരുക്കി പറഞ്ഞാൽ ദറായികൾ അസ്ബാബുകളൊക്കെ ഒഴിവാക്കിയിട്ട് അള്ളാഹുവിനെ മാത്രം ഓർക്കുന്നവൻ ഇവൻ ആരിഫ് എന്ന് പറയും. ഇവന്റെ മർത്തബ, ഇവന്റെ ഈ യാത്ര മാരിഫത്ത് എന്ന ദർജയിലെത്തിയിട്ടുണ്ട്. അപ്പൊ ആരിഫ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഖാലിഖിന് മാത്രം മഖ്ലൂഖാത്തുകളെ നോക്കും, ഖാലിഖിനെ ഓർക്കും, ദറായികൾ അസ്ബാബുകളൊക്കെ എത്തിമാറ് ചെയ്യാത്തവൻ. എന്ത് സംഭവിച്ചാലും ശരി അൽഹംദുലില്ലാ. കച്ചവടത്തിൽ ലാഭം കിട്ടി എന്ന് പറഞ്ഞാലും അൽഹംദുലില്ലാ, സമ്പത്തുകളിൽ നഷ്ടമുണ്ടായി എന്ന് പറഞ്ഞാലും അൽഹംദുലില്ലാ, ഒരു കുട്ടി ജനിച്ചു എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാ, കുട്ടി മരിച്ചു എന്ന് പറഞ്ഞാലും അൽഹംദുലില്ലാ. എല്ലാ അവസ്ഥകളിലും അല്ലാഹുവിനെ ഓർത്തിട്ട് അൽഹംദുലില്ലാ എന്ന് സന്തോഷിക്കുന്നവൻ ഇവനാണ് ആരിഫ്. അസ്ബാബുകളെ കുറിച്ച് അവർക്ക് ഇൽത്തിഫാത്തേ ഇല്ല. അസ്ബാബുകൾ ഒരു ശയ്യും ആശയാണ്. അപ്പൊ ഈ അവസ്ഥയിൽ വരുമ്പോ അവൻ എല്ലാ കാര്യങ്ങളും അല്ലാഹുവിന്റെ കാര്യമാണ്. ഈ ലോകത്തിൽ നടക്കുന്ന എല്ലാ പ്രവൃത്തികളും അല്ലാഹുവിന്റെ പ്രവൃത്തിയാണ്. മൻ ഷഹിദൽ ഖൽഖ ലാ ഫിഅല ലഹു ഫഖദ് ഫാസ. എല്ലാ മഖ്ലൂഖുകളെയും നോക്കിയിട്ട് ആർക്കും പ്രവൃത്തി എന്ന ഒരു ശൈ ഇല്ല, ഇല്ല അല്ലാഹുക്ക് മാത്രമേ ഒഴിയാൻ. മൻ ഷഹിദൽ ഖൽഖ ലാ ഫിഅല ലഹു. ഈ മഖ്ലൂഖുകൾക്ക് ഒരു ഫിഅലും ഇല്ല, ഫിഅല് ഒരു പ്രവൃത്തി ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് അല്ലാഹുക്ക് മാത്രമാണ്. അപ്പൊ അവൻ ഫഖദ് ഫാസ, അവൻ വിജയിച്ചു. ومن شهد الخلق لا حياة لهم فقد جاز. ഈ ലോകത്തിൽ ജീവനോടുകൂടി നിത്യ നിരന്തരമായ ജീവൻ എന്ന് പറഞ്ഞാൽ അല്ലാഹു ഒരുത്തൻ മാത്രമാണ്. മറ്റവർക്കുള്ള ഹയാത്തൊക്കെ ഇന്നുണ്ടാകും, നാളെ പോകും. ഇന്നിവൻ ജീവനോടുകൂടി ഉണ്ട്, നാളെ അവൻ മരിച്ചു പോകും. അപ്പൊ ലോകത്തിലുള്ള എല്ലാ മഖ്ലൂഖുകളുടെ ഹയാത്തും ഒരു മജാസിയായ ഹയാത്താണ്. ഹഖീഖിയായ യഥാർത്ഥമായ ഹയാത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹുക്ക് മാത്രമാണ്. മൻ ഷഹിദൽ ഖൽഖ ലാ ഹയാത ലഹും ഫഖദ് ജാസ. അവൻ മജാസിയായ ഘട്ടത്തിൽ നിന്നും ഹഖീഖിയായ ഒരു ഘട്ടത്തിലോട്ട് അവൻ മാറി. വമൻ ഷഹിദൽ ഖൽഖ ഐനൽ അദം. ലോകത്തിലുള്ള എല്ലാ മൗജൂദുകളും മൗജൂദല്ല. അങ്ങനെ ഒരു മൗജൂദ് എന്ന ഒരു ശൈ ഉണ്ട് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ വജൂദ് മാത്രമാണ്. ഇവന്റെ വജൂദ് എന്താണ്? ഇന്ന് അവൻ മൗജൂദാണ്, നാളെ അവൻ മഅദൂമാണ്. ഇതെന്ത് വജൂദ്?
മനുഷ്യന്റെ മഖ്ലൂഖുകളുടെ വജൂദുകളൊക്കെ ചില ദിവസങ്ങൾ അല്ലെങ്കിൽ ചില വർഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അവൻ ജീവനോടുകൂടി അവൻ വജൂദിന്റെ ഹാലത്തിൽ അവൻ ഈ ലോകത്തിൽ ജീവിച്ചത് ചില കാലങ്ങൾ മാത്രമാണ്. പല ആയിരക്കണക്കായ വർഷങ്ങൾ, പല ലക്ഷം വർഷങ്ങളിൽ ഇവൻ ജീവിക്കുന്ന 60, 70, 80 വർഷങ്ങൾ ഇതൊരു ചെറിയ ശൈയാണ്. ലബിസ്തു യൗമൻ ഔ ബഅദ യൗം. അപ്പോൾ മൗജൂദ് എന്ന് പറഞ്ഞാൽ ദാഇമിയായ, അബദിയായ, ഖയ്യൂമായ വജൂദ് എന്ന് ഉണ്ട് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ വജൂദ് മാത്രമാണ്. മൻ ഷഹിദൽ ഖൽഖ ലാ ഹയാത ലഹു. ആർക്കും ഹയാത്തില്ല, ആർക്കും വജൂദില്ല. മൻ ഷഹിദൽ ഖൽഖ ഐനൽ അദം ഫഖദ് വസൽ. അവൻ ഉസൂലിന്റെ ദർജയിലെത്തി. ഞാനിപ്പോ 3 അവസ്ഥ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് സുലൂക്ക്. സുലൂക്കിന്റെ മറാത്തിബുകളൊക്കെ കടന്നാൽ അതിനടുത്ത് മാരിഫത്തിന്റെ ദർജയാണ്. മാരിഫത്തിന്റെ ദർജ കടന്ന് അവസാനത്തിൽ എത്തുമ്പോ അവിടെ ഉസൂലിന്റെ ദർജയാണ്. ഫഹാദിഹി ഇൽമുൽ യഖീൻ വഹാഹുനാ യതിമു സൈർ ഇലല്ലാഹ്. സൈർ ഇലല്ലാഹ് ഇവിടെയാണ് അവസാനിക്കുന്നത്. ഇനി സൈർ ഫില്ലാഹ് തുടങ്ങുകയാണ്. വാസിൽ എന്ന് പറഞ്ഞാൽ ആരാണ്? ആരിഫിന്റെ ദർജയിൽ എത്തിയതിനു ശേഷം കാല് കുത്തുന്നത് എവിടെയാണ്? വാസിൽ. മാരിഫത്തിന്റെ അവസാനത്തെ ഘടകം ഉസൂലിന്റെ ആദ്യത്തെ ഘടകമാണ്. ഉസൂലിന് മാരിഫത്തിന്റെ ദർജ എവിടെ അവസാനിക്കുന്നോ അവിടുന്ന് ഉസൂലിന്റെ ദർജ തുടങ്ങുകയാണ്. ഉസൂൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് തന്നെ ഹജ്ജിന് പോകാൻ വേണ്ടി ഏർപ്പാടുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചു. അതിന്റെ മുഖദ്ദിമാത്തുകൾ, അതിന് ചെയ്യേണ്ട പണികൾ, പാസ്പോർട്ട് എടുക്കലും വിസാവും മറ്റു കാര്യങ്ങൾ, ഇതൊക്കെ നോക്കുന്നു. ആദ്യം ഏത് റൂട്ടാണ് എന്ന് ആദ്യം നോക്കി വെക്കുന്നു, അടിസ്ഥാനമായ വിഷയം. പിന്നെ അത് യാത്രയിൽ പോകുന്ന സമയത്ത് എല്ലാ ഭാഗത്തും അവിടെ ഇവിടെ നോക്കിക്കൊണ്ടേ പോകുന്നു. അവൻ സന്തോഷിക്കുന്നു. അത്ഭുതമായിട്ട് ഓരോ വസ്തുവിനെയും മഖ്ലൂഖാത്തുകളെ നോക്കുന്നു. ഇവന്റെ ഈ യാത്ര, ഇതിന്റെ പേര് സുലൂക്കാണ്. യാത്രയിൽ പോകുന്ന സമയത്ത് അള്ളാഹുവിന്റെ മഖ്ലൂഖുകൾ അങ്ങനെ കണ്ടുകൊണ്ട് നടത്തുന്നതോ ഇത് യാത്ര ചെയ്യുന്നതല്ല. ഇതിന്റെ പേര് മാരിഫത്ത് എന്ന് വെച്ചോ. ഇനി അവൻ മക്കത്തിൽ എത്തിന്ന് വെച്ചോ. ഇത് ഉസൂൽ ഫഖദ് വസൽ. മഖ്സൂദിൽ അവൻ എത്തി. ഉസൂലിന്റെ ദർജ എന്ന് പറഞ്ഞാൽ അതിൽ പല ദർജാത്തുകളുണ്ട്. സക്രിന്റെ ഹാലത്തൊന്നുണ്ട്, അബോധമായ ഒരു ഹാലത്ത്. സഹവിന്റെ ഹാലത്തൊന്നുണ്ട്, സക്രിന്റെ ഹാലത്ത്, മഹവിന്റെ ഹാലത്ത്, ഫനാഇന്റെ ഹാലത്ത്, ഇസ്തിഗ്റാഖിന്റെ ഹാലത്ത്, ബഖാഇന്റെ ഹാലത്ത്, മുശാഹദന്റെ ഹാലത്ത്. ഓരോ ഇസ്തിലാഹിയായ ലഫ്ളുകളാണ്. സക്രി എന്ന് പറഞ്ഞാൽ കള്ളുകുടിയാറുണ്ടാവില്ല, അതുപോലെ അല്ല ഇത്. അള്ളാഹുവിന്റെ ചിന്ത 1 മണിക്കൂർ ചിലർക്ക് ഉണ്ടാവും, 5 മണിക്കൂർ ചിലർക്ക് ഉണ്ടാവും, 10 മണിക്കൂർ ഉണ്ടാവും എന്ന് മാറും. കണ്ടുപിടിച്ചവർക്ക് 2 മണിക്കൂർ 10 മണിക്കൂർ ഉണ്ടാവും, ആ ബോധം പിന്നെ മാറും. അതേപോലെയാണ് ചിലർക്ക് സക്രിന്റെ ഹാലത്ത്, ചിലരിന്റെ ഹാലത്തോ മഹവിന്റെ ഹാലത്ത്, അതിലെന്നെ മാഞ്ഞു പോകാൻ. ചിലരിന്റെ ഹാലത്ത് സഹവിന്റെ ഹാലത്ത്. ഈ തെളിഞ്ഞു കിട്ടിയാൽ സഹവിന്റെ ഹാലത്താണ്. സഹവ് വന്നതിന് ശേഷം മഹവിന്റെ ഹാലത്ത് വരും, പിന്നെ സക്രിന്റെ ഹാലത്ത് വരും, പിന്നെ ജദബിന്റെ ഹാലത്ത് വരും. ചില സക്രുള്ളവരുണ്ട്, ജദബുള്ള മജ്ദൂബുകളുണ്ട്, സഹവുള്ളവരുണ്ട്, ഇസ്തിഗ്റാഖുള്ളവരുണ്ട്. 24 മണിക്കൂർ അള്ളാഹുവിന്റെ ചിന്തയാണ് ഇസ്തിഗ്റാഖ്. അള്ളാഹുവിന്റെ ചിന്ത അല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു വസ്തുവിനെ അവൻ ഓർക്കുമ്പോൾ അവൻ കാഫിർ എന്ന് അവൻ തന്നെ തീരുമാനിക്കും. ഹഖംതു ബിറിദ്ദത്തി. ഗൈറുല്ലാഹിലേക്ക് തവജ്ജു പോകാനേ പാടില്ല. അള്ളാഹുവിന്റെ ഭാഗത്ത് മാത്രമാണ് അവന്റെ തവജ്ജു ഉണ്ടാവണം. 24 മണിക്കൂർ അവന്റെ ഉറക്കത്തിലും അള്ളാഹ് ഉണ്ടാവും. ഇത് ഇസ്തിഗ്റാഖിന്റെ ഹാലത്ത്.
അതിനടുത്ത് ഫനായിന്റെ ഹാലത്ത്. അവൻ തന്റെ ചിന്തകളും തന്റെ പ്രവൃത്തികളെല്ലാം അല്ലാഹുവിൽ അവൻ ഐക്യമാക്കി. ഫനാ ഫില്ലാ എന്ന മഖാം. ഇനി അടുത്ത് ഫനാഉൽ ഫനാ എന്നുണ്ട്. ഫനാഉൽ ഫനാ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയും, രണ്ട് നഫിയും കൂടിയാൽ ഉണ്ടാവും ഇസ്ബാത്ത്. നഫിയും കൂടിയാൽ. അതുപോലെ ഫനാഉൽ ഫനാ എന്ന് പറഞ്ഞാൽ അത് ബഖാ. ഫാനി ഫില്ലാ എന്ന് ചില കൊറിയാക്കന്മാർ പോയി. അതിനടുത്ത് ഉയർന്ന ദർജയുണ്ട് ബാഖി ബില്ലാ. ഖജ ബാഖി ബില്ലാ റഹ്മത്തുള്ളാഹി അലൈഹി. ബഖായിന്റെ ഹാലത്തിൽ അവർ എത്തിയുണ്ട്. ഫനാമിൽ ഫനാം പറഞ്ഞപ്പോൾ ഒരുത്തന് ഉറങ്ങുകയാണ്. അവനെ വിളിച്ചിട്ടാ ഉറങ്ങിയ ഇല്ല, ഉറങ്ങിയിട്ടില്ല. അപ്പൊ അവൻ ഫലമായില്ല. ഇപ്പൊ ഒരുത്തനെ വിളിക്കുന്നു, എന്താ ഉറങ്ങിയ? ആ ഉറങ്ങിയെന്ന് അവൻ തന്നെ പറയുന്നു. ഇത് നുണയാണ്. ഉറങ്ങിയ ഒന്നും മിണ്ടുന്നില്ല, ഒരടക്കവുമില്ല. അപ്പൊ അവൻ ഫനാവായി എന്ന വിഷയം അവനക്ക് തന്നെ അറിയില്ല. അവൻ ഉറങ്ങി എന്നുള്ള വിഷയം അവനക്ക് തന്നെ അറിഞ്ഞില്ല. ഇതിന്റെ പേരാണ് ഫനാഉൽ ഫനാ. മിസാലിന് വേണ്ടി പറയുക. അപ്പൊ ആകെ പല അഹ്വാലുകളുണ്ട്. പിന്നെ മുഷാഹദന്റെ ഹാലത്തുണ്ട്. മുഷാഹദന്റെ ഹാലത്തിൽ വരുമ്പോഴാണ് അള്ളാഹുവിനെ നേരിട്ട് കാണുന്നത് പോലെ അള്ളാഹുവിനെ നീ ആരാധിക്കുമ്പോ അള്ളാഹുവിനെ അവനെ നേരിട്ട് കാണുന്നത് പോലെ നീ അള്ളാഹുവിനെ ആരാധിക്കണം. ഇതാണ് മുഷാഹദന്റെ മർത്തബ. اللهم إني أعوذ بعفوك عن عقوبتك وعن معافاتك عن عقوبتك. ഒരു ഹദീസിന്റെ ഒരു ദുആ, അതിൽ മുഷാഹദന്റെ ഫുള്ളും അതിൽ തന്നെ ഉണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ ഒരു ചില മറാഹിലുകൾ പറഞ്ഞു കൊണ്ടുവന്നു. സാലിക്കിന്റെ ദർജ ഒന്ന്, മാരിഫത്തിന്റെ ദർജ ഒന്ന്, പിന്നെ ഉസൂലിന്റെ ദർജ. സാലിക്കിന്റെ തുടക്കം ശരീഅത്ത് പ്രകാരം അമലുണ്ടാവണം. അവന്റെ ലാഹിറും ബാത്തിനും ശുദ്ധിയാവണം. തന്റെ ലാഹിറിനെയും ബാത്തിനെയും ശുദ്ധിയാക്കി ശരീഅത്ത് പ്രകാരം അതിന്റെ നിയമപ്രകാരം അവൻ സ്വർഗത്തിലോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവൻ, അവൻ തന്റെ യാത്ര തുടങ്ങുന്നവൻ. ഇതാണ് സാലിക്. ഇതിന്റെ പേര് സുലൂക്ക് എന്ന് പറയും. അതിനടുത്ത് മാരിഫത്ത്, അതിനടുത്ത് ഉസൂൽ. തുടക്കത്തിൽ ഞാൻ പറഞ്ഞ് തസവ്വുഫിന്റെ തുടക്കം ഇന്നമല്ലാമാലു ബിന്നിയാത്ത്. സാലിക്കായവൻ അവന്റെ തുടക്കം ഇഖ്ലാസുമാണ്. ഇന്നമല്ലാമാലു ബിന്നിയാത്ത്. തസവ്വുഫ് തുടങ്ങി അവസാനിച്ചത് എവിടെയാണ്? സുലൂക്കിന്റെ മറാത്തിബുകൾ കഴിഞ്ഞിട്ട്, മാരിഫത്തിന്റെ മറാത്തിബുകൾ കഴിഞ്ഞിട്ട്, പിന്നെ ഉസൂലിന്റെ മറാത്തിബുകൾ കഴിഞ്ഞ് അത് അവസാനിക്കുകയില്ല. ഉസൂലിന്റെ ദർജ അവസാനിക്കുകയില്ല. അള്ളാഹുവിന്റെ മഖ്ലൂഖുകളൊക്കെ മഹ്സൂറാണ്, മഹ്ദൂദാണ്. പക്ഷെ അള്ളാഹുവിന്റെ സിഫാത്തുകൾ മഹ്ദൂദല്ല, ഗൈറു മുതനാഹിയാണ്. അപ്പൊ സൈർ ഫില്ല എന്ന് പറയപ്പെടുന്ന ഈ ഉസൂലിന്റെ ദർജ ഏത് കാലത്തിലും അവസാനിക്കുകയില്ല. ലാ യുഹദ്ദു വലാ യുതസവ്വർ. അതിന്റെ ഹദ്ദില്ല. ഇപ്പോ നമുക്ക് മനസ്സിലാക്കേണ്ട വിഷയം തസവ്വുഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? പലരും പല താരീഫുകൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇമാം ഖാദി സക്കരിയ അൽ അൻസാരി റഹ്മത്തുള്ളാഹി അലൈഹി റിസാലത്തുൽ ഖുശൈരിയ്യയിൽ പറഞ്ഞിട്ടുണ്ട്. ഇൽമുൻ തുബഹസു ഫീഹി തുഅറഫു ഫീഹി അഹ്വാലു തസ്കിയത്തിൻ നഫ്സ് വതസ്ഫിയത്തിൽ അഖ്ലാഖ് وتعمير الظاهر والباطن لنيل السعادة الأبدية. قلبنا ശുദ്ധിയാക്കൽ, ഇതാണ് തസ്കിയത്തുൻ നഫ്സ്. തസ്ഫിയത്തുൽ അഖ്ലാഖ്, അവന്റെ അഖ്ലാഖിനെ പരിശുദ്ധമാക്കൽ.
തഅമീറുൽ ളാഹിരി വൽ ബാത്തിൻ, അകത്തിനെയും പുറത്തിനെയും അവൻ നിർമ്മാണിക്കൽ, ശരിയായ നിലയ്ക്ക് അതിനെ നിർമ്മാണിക്കൽ. ലിനൈലി സഅാദത്തിൽ അബദിയ, നിത്യമായ നിരന്തരമായ ജീവിതത്തിലും അവൻ പോയി ആ സഅാദത്തിനെ കരസ്ഥമാക്കാൻ വേണ്ടി ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്ന ഈ ഇൽമിന്റെ പേരാണ് തസവ്വുഫ്. അവ പ്രധാനമായി തസ്കിയത്തുൽ നഫ്സ് ഉണ്ടാവണം, തസ്ഫിയത്തുൽ അഖ്ലാഖ് ഉണ്ടാവണം. തസ്കിയത്തിന്റെ സമറത്താണ് തസ്ഫിയത്തുൽ അഖ്ലാഖ്. അതിന്റെ സമറത്താണ് അവന്റെ ലാഹിറും ബാത്തിനും ശുദ്ധിയാകൽ. അതിന്റെ സമറത്താണ് സഅാദത്തുൽ അബദിയ. ഇത് സക്കറിയ അൽ അൻസാരി റഹ്മത്തുള്ളാഹി അലൈഹി പറയും. ചുരുക്കി പറയുകയാണെങ്കിൽ ജുനൈദുൽ ബഗ്ദാദി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ ഇസ്തിഅ്മാലു കുല്ലു ഖുലുഖിൻ സദിയിൻ, ഉന്നതമായ എല്ലാ അഖ്ലാഖുകളെയും ഉപയോഗിക്കുക. ഇസ്തിഅ്മാലു കുല്ലു ഖുലുഖിൻ സദിയിൻ വറദഉ കുല്ലി അഖ്ലാഖിൻ ദനിയ്യിൻ, നീചമായ അല്പമായ അഖ്ലാഖുകൾ വലിച്ചിടലാണ്, ഉപേക്ഷിക്കലാണ്. ഇതാണ് തസവ്വുഫ്. തസവ്വുഫ് എന്ന് പറഞ്ഞാൽ അഖ്ലാഖ്, തസീനുൽ അഖ്ലാഖ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 23 വർഷങ്ങൾ പരിശ്രമിച്ചതും ഇതിനു വേണ്ടിയാണ്. 3 ഉത്തരവാദിത്വം അല്ലാഹു പറയുന്നു. യത്ലു അലൈഹിം ആയാതി യുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. മൂന്നാമത്തേത് യുസക്കിഹിം. വഹീന്റെ ആയത്തുകളൊക്കെ ജനങ്ങൾക്ക് ഓതി കാണിക്കുക. രണ്ടാമത്തെ വിഷയം വന്ന ആ വഹീന്റെ ആയത്തുകളെ വിശദീകരിച്ച് മറ്റവർക്ക് പറഞ്ഞു കൊടുക്കുക. അതിന്റെ അഹ്കാമുകൾ, അതിന്റെ അഖായിദുകൾ, അതിന്റെ ഹഖായിഖുകൾ, ഇതിനൊക്കെ മറ്റവർക്ക് പറഞ്ഞു കൊടുക്കുക. ഇതിന്റെ അടുത്ത മർത്തബ താലീമുണ്ടായാൽ പോരാ, കിതാബ് ഹദീസ് പഠിച്ചാൽ പോരാ. വയുസക്കീഹിം, അവന്റെ അഖ്ലാഖിനെ ശുദ്ധിയാക്കൽ, നഫ്സിനെ കദൂറാത്തുകളെ വിട്ടും ആ നഫ്സിനെ ശുദ്ധിയാക്കുന്ന ഒരു പണി. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ടതാണ്. 3 വിഷയം, അഹമായ 3 ഉത്തരവാദിത്വം: തിലാവത്ത്, പിന്നെ താലീമും തസ്കിയത്ത്. കിതാബ് മാത്രം പഠിപ്പിച്ച പോരാ. കിതാബ് പഠിക്കൽ കൊണ്ട് മനുഷ്യനാവുകയില്ല. കിതാബ് പഠിച്ചതിന് ശേഷം അവർക്ക് തസ്കിയത്ത്, തസവ്വുഫ് ഉണ്ടാവണം. ഇബ്ലീസ് പഠിക്കാത്ത പഠനം ഉണ്ടാവും. ആലിമുൽ മലായികത്ത് ഉണ്ടാവണം. ആലിമുൽ മലായികത്താണ്, മലകൂത്തിന്റെ ആലിമാണ്. ഇപ്പോ ഇവന്റെ എല്ലുമിന് മാത്രം ബഹുമാനം ഉണ്ട്, ഒരു ഷറാഫത്ത് ഉണ്ട് എന്ന് പറഞ്ഞാൽ അവനെക്കാളും വലിയ പണ്ഡിതൻ വേറെ ആരും ഉണ്ടാവും. അപ്പൊ താലീമും എൽമും കൊണ്ട് മനുഷ്യൻ അതിന് ശ്രേഷ്ഠതയില്ല. ആ എൽമും അവന്റെ അഖ്ലാഖിനെ ഭംഗിയാക്കണം, അവന്റെ ഖൽബ് ശുദ്ധിയാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസാനത്തെ ഉത്തരവാദിത്വം തസ്കിയത്താണ്. ഇതാണ് തസവ്വുഫ്. ഖുർആനിന്റെ ലഫ്ളിൽ ഭാഷയിൽ പറയുകയാണെങ്കിൽ തസ്കിയത്ത്, ഹദീസിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അതിന്റെ പേര് ഇഹ്സാൻ, ആരിഫീങ്ങളുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അതിന്റെ പേര് തസവ്വുഫ്. തസ്കിയത്തും ഇഹ്സാനും തസവ്വുഫും എല്ലാം ഒന്നാണ്. ജിബ്രീൽ അലൈഹിസ്സലാം ഈമാൻ എന്ന് ചോദിച്ചു. ഈമാൻ കാര്യങ്ങളെല്ലാം നബികൾ പറഞ്ഞു കൊടുത്തു. അൻതുമിന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി വൽ യൗമിൽ ആഖിർ വൽ ഖദരി ഖൈരിഹി വ ശർരിഹി മിനല്ലാഹി തആല. അഖായിദുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ്?
ഇഖാമത്തു സ്വലാത്ത്, ഈതാഉ സകാത്ത്, സൗമ റമദാൻ, ഹജ്ജുൽ ബൈത്ത്, ഇതൊക്കെ ഇസ്ലാമാണ്. അതായത് കർമ്മശാസ്ത്രം എന്ന് പറയുന്ന ഫിഖ് അതിലുണ്ട്. അപ്പൊ അമാലുകളും അഖ്ലാഖുകളും പൂർത്തിയായോ? ഇല്ല. അത് പൂർത്തിയാകാൻ അതിന്റെ പൂർണ്ണത കിട്ടണമെങ്കിൽ ഇന്നൊന്നുണ്ട്, വൽ ഇഹ്സാൻ എന്ന് ചോദിച്ചു. അൽ ഇഹ്സാൻ അൻ തഅബ്ദുല്ലാഹ കഅന്നക തറാ. അവസാനത്തെ ഫിനിഷിംഗ് സ്റ്റേജ് ആണ് ഇഹ്സാൻ. ഇതില്ലെങ്കിൽ അലങ്കോലമായി കാണും. അതില്ലെങ്കിൽ മനുഷ്യനായ നിലയ്ക്ക് അവനുണ്ടാവും. വലിയ വലിയ പണ്ഡിതന്മാർ, ഫൈലി ഷാഹ് കണ്ടിട്ടുണ്ടോ? ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നു. നമ്മുടെ വിദ്യാർത്ഥികൾക്ക് മനസ്സിലാവും, മറ്റവർക്ക് ശരി മനസ്സിലായെന്നാണ്. അപ്പൊ ഞാൻ എന്ത് പറഞ്ഞു? സമ്പത്ത് നടത്തുന്ന പോലെ ഉണ്ട്. അപ്പൊ ഈ ഇഹ്സാൻ അൻ തഅബ്ദുല്ലാഹ കഅന്നക തറാഹു. ഫൈലി ഷാ എന്ന് ഒരുത്തരുണ്ടാകും, അബുൽ ഫദ്ൽ എന്ന് ഒരുത്തരുണ്ടാകും. സാധാരണക്കാരനല്ല. ഇവന്റെ കഴിവ് എത്രത്തോളം എന്നറിയാൻ ഒരു ചെറിയൊരു മിസാല്, ഉദാഹരണം. ഒരു സവാദിഉൽ ഇൽഹാം എന്നൊരു തഫ്സീർ എഴുതിയിട്ടുണ്ട്. തഫ്സീറിന്റെ തുടക്കം മുതൽ അവസാനം വരെ പുള്ളി ഉള്ള ഒരു അക്ഷരവും അതിലില്ല. നുക്ത ഇല്ലാത്ത ഹർഫുകളാണ് തുടക്കം മുതൽ അവസാനം വരെ. അതിന്റെ പേരെന്തിട്ടുണ്ട്? സവാദിഉൽ ഇൽഹാം. അതിലും പുള്ളിയില്ലാത്ത അക്ഷരങ്ങളാണ്. പുള്ളിയില്ലാത്ത അക്ഷരങ്ങളെ കൊണ്ട് ഒരു കിതാബ് താലിബ് ചെയ്തിട്ടുണ്ട്, ഒരു തഫ്സീറാണ്. എന്ന് പറഞ്ഞാൽ അയാളുടെ കഴിവ് എത്ര ഉണ്ടാവും? അക്ബർ ചക്രവർത്തിന്റെ പേഴ്സണൽ സെക്രട്ടറി ആയിരുന്നു. അവന്റെ ദുനിയാവിനെ ഭംഗിയാക്കി, സമ്പത്തുകളെ വർദ്ധിപ്പിച്ചു, അവന്റെ സ്ഥാനം കൂട്ടി. പക്ഷേ തസവ്വുഫ് ഇല്ലാത്തത് കൊണ്ട് ഉലമാ ഉസൂയിൽ അവൻ പെട്ടുപോയി. വളരെ മോശമായ അഖ്ലാഖ്, കാണുന്നവരെല്ലാം ചീത്ത വിളിക്കുന്ന ആളുകൾ, ഒരാരും എന്ന് പറയാനേ അർഹതയില്ലാത്തവൻ, ഉലമാക്കളുടെ ജിൻസിനെ അവമതിക്കുന്ന നിലയ്ക്ക് അവനാണ് കാരണമായ. നല്ല കഴിവുണ്ട്, എന്നിട്ടും തസവ്വുഫ് ഇല്ലാത്തത് കൊണ്ട്, അഖ്ലാഖ് ഇല്ലാത്തത് കൊണ്ട് അവൻ വളരെ മോശമായ നിലയ്ക്ക് അവൻ പോയി. അവൻ ഇൽമു കൊണ്ട് കാര്യമല്ല. ഇൽമു പഠിച്ചവർ കുറേയുണ്ട്. മുൻജിദ് എഴുതിയത് ആരാണ്? ജൂതന്മാരാണ്. ലൂയിസ് അജീലൻ എന്ന് പറയപ്പെടുന്നവർ. അവന്റെ കൂടെ 7 പേര് യഹൂദികളും നസാറാക്കളും ഉണ്ടായിരുന്നു. ആ മുൻജിദ് എടുത്തു നോക്ക്. അങ്ങനത്തെ ഒരു ലോകത്തിന്റെ കിതാബ്, ഡിക്ഷണറി ഇതുവരെ ആരും എഴുതിയില്ല എന്ന് പറയുന്ന അളവിൽ അവരൊരു കിതാബ് മുൻജിദ് തയ്യാറാക്കിയത് എല്ലാ ഉലമാക്കളും അറിയും. അവൻ ആരാണ്? അവനൊരു മുസ്ലിമാണോ? ഇല്ല. അവനൊരു ആലിമാണോ? ഇല്ല. ആലിമുമല്ല, ആലിമുമില്ല, ഒന്നുമില്ല. പക്ഷെ എല്ലാം ആർക്കുണ്ട്. പക്ഷെ എഴുതില്ല, അഖ്റബിയായ എഴുതില്ല, അഖ്ലാഖില്ല. അപ്പൊ എൽമു കൊണ്ട് മാത്രം മനുഷ്യൻ ഉയർന്ന ഉന്നതമായ മേഖലയിൽ അവൻ എത്താൻ വഴിയില്ല. അപ്പൊ ഉന്നതമായ ഒരു മേഖലയിൽ അവൻ എത്തണമെങ്കിൽ അവന്റെ അഖ്ലാഖുകൾ ഭംഗിയായ അഖ്ലാഖ് ഉണ്ടാകണം. അവന്റെ നഫ്സ് മുതഹ്ഹറായ മുസക്കാവായ പരിശുദ്ധമായ നഫ്സാകണം. എന്ന് പറഞ്ഞാൽ അതിനെ പരിശുദ്ധമാക്കാനുള്ള വഴി ഈ തസവ്വുഫ് കൊണ്ട് മാത്രമാണ്. തസവ്വുഫ് ഇല്ലെങ്കിൽ മനുഷ്യനായ ആലത്തിൽ അവൻ ഇപ്പൊ ചിലര് മുഖല്ലിദുകൾ, ഈ വഹാബികളുടെ ജമാഅത്ത് ഇസ്ലാമി പോലത്തവർക്കൊക്കെ തസവ്വുഫ് എന്ന് പറഞ്ഞാൽ ഒരു അലർജി പോലെയാണ്.
ഇതെന്തോ ഒരു കഥ, ആരോ പറഞ്ഞുവിട്ട കഥ എന്നവർ വിചാരിക്കുന്നു. ഖുർആൻ ഹദീസിനോട് യോജിപ്പില്ലാത്ത യാതൊരു തസവുഫിനെയും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തുകാർ സ്വീകരിക്കാറില്ല. മുവാഫിഖുൽ ലിൽ കിതാബി വസ്സുന്ന. ജുനൈദ് അൽ ബഗ്ദാദി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഇദാ ആറദ കശ്ഫുക സഹീഹു അൽ കിതാബ വസ്സുന്നത, നിന്റെ സഹിയായ കശ്ഫ് കിതാബിനോട് എതിരായാൽ, ഹദീസിനോട് എതിരായാൽ, നിന്റെ കശ്ഫ് ഖുർആൻ ഹദീസിനോട് എതിരായാൽ, ഫഅമൽ ബിൽ കിതാബി വസ്സുന്ന വദഇ കശ്ഫക്, വദഅ കശ്ഫക്. ഖുർആൻ ഹദീസ് കൊണ്ട് അമൽ ചെയ്താൽ മതി, നിന്റെ കശ്ഫിനെ വലിച്ചെറിയും എന്ന് പറഞ്ഞു. ഇതാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത്. ബായസീദ് ബുസ്താമി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ ചില മുരീദന്മാരും ശിഷ്യന്മാരൊക്കെ ഉണ്ടാകുക. ഫുലാൻ ഇങ്ങനെ വലിയ വലിയാണ്, വിലായത്തും കശ്ഫും കറാമത്തിനെ കുറിച്ച് ചർച്ച അവിടെ നടന്നു. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ബായസീദ് ബുസ്താമി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞു, അല്ലദീ ശഹറ നഫ്സഹു ബിൽ വിലായ. ഒരുത്തൻ താൻ അവനൊരു വലി എന്ന് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരുത്തൻ, അവനെ കണ്ടിട്ട് വരാം, എനിക്ക് പോവാം. എല്ലാവരും എണിച്ചു. എല്ലാവരും ഒരു ജമാഅത്തായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ ആ വലിയുള്ള ഒന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് തെളിഞ്ഞു ആരുമായ ബുസ്താമി റഹ്മത്തുള്ളാഹി. എന്താണ്, ഒരു സലാം പോലും പറഞ്ഞില്ലല്ലോ, കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് കണ്ടിട്ടും ഇല്ലല്ലോ. ബുസ്താമി റഹ്മത്തുള്ളാഹി പറഞ്ഞു, ഇത് കാണേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ഖിബ്ലയുടെ ഭാഗത്ത് അവൻ തുപ്പുന്നു. من تفل تجاه القبلة جاء يوم القيامة وتفله بين عينيه. ഖിബ്ലയുടെ ഭാഗത്ത് തുപ്പാൻ പാടില്ല എന്നുള്ള വിഷയം ഒരു സാധാരണ സുന്നത്ത്. ഈ സുന്നത്തിനെ പാലിക്കാൻ അറിയാത്ത ഒരാള് ദീനിനെ പരിപാലിക്കുന്നവനാണ്. മറ്റവർക്ക് അതിനെ ബോധിക്കാനും പഠിപ്പിച്ചു കൊടുക്കാനുള്ള അർഹത അവർക്ക് എങ്ങനെ ഉണ്ടാവും? ഒരു സുന്നത്ത് പോലും അവൻ കൈകില്ല. ഇങ്ങനത്തെ ആളെ എങ്ങനെ വലിയുന്നവാക്കാം? ഇതിന്റെ പേര് വിലായത്ത് എന്ന് ആരാ പറഞ്ഞു? തിരിച്ചു പോകാനോ? എല്ലാവരെയും കൊണ്ട് തിരിച്ചു പോയി. ഒരു ചെറിയ മിസാലാണ്. അത് ഒരു സുന്നത്തിന്റെ ഖിലാഫാകുമ്പോൾ അവനൊരു സൂഫി അല്ല എന്ന് പറഞ്ഞ ഒരു വാക്കാണ്. ഖുർആൻ ഹദീസിനോട് എതിരായാൽ അത് സുന്നത്ത് വൽ ജമാഅത്തിന്റെ തസവ്വുഫ് അല്ല. മൻ തസവ്വഫ, മാലിക് ഇമാം പറയുന്നു, മൻ തസവ്വഫ വലം യതഫഖഹ്, അത്തൻ സൂഫിയാണ്, നല്ല സൂഫിയാണ്, പക്ഷെ ഇൽമില്ല, ഫഖാഹത്തില്ല, ആലിമല്ല, വരണ്ടു സൂഫിയാണ്. മൻ തസവ്വഫ വലം യതഫഖഹ് ഫഖദ് തസദ്ദഖ, അവൻ സിദ്ദീഖാണ്. മുനാഫിഖിനെക്കാളും മോശമായവനാണ്. മുനാഫിഖെങ്കിലും എപ്പോഴായാലും തന്റെ ഈമാനെ ലായിലാക്കും. ഇവൻ ലായിലാക്കുന്നവനല്ല, അവൻ കുഫ്രിൽ ഉറച്ചു നിൽക്കുന്നവനാണ് സിദ്ദീഖ്. അവൻ സിദ്ദീഖാണെന്ന്. മൻ തഫഖഹ വലം യതസവ്വഫ്, ആലിമായി മാറി, പഠിച്ചു, സനദ് വാങ്ങിച്ചു, ആലിമായി, വലം യതസവ്വഫ്, അവനെ തസവ്വുഫില്ല. അപ്പൊ അവൻ ഫഖദ് തഫസ്സഖ, അവൻ ഫാസിഖായി, അവൻ പാപിയായി. ഒമൻ ജമഅ ബൈന, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഫൈലി ഷാഹിന്റെ
അബുൽ ഫദലിന്റെയും അവസ്ഥ എന്തായി? ആലിമായി തസവുഫ് ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ചിന്തയായിപ്പോയി. ഒമൻ ജമഅ ബൈനഹുമാ, തസവുഫും കരസ്ഥമാക്കി ഇൽമുകളും കരസ്ഥമാക്കി, ഫഖദ് തഹഖഖ, അവനാണ് യഥാർത്ഥത്തിൽ ആലിം, അവനാണ് യഥാർത്ഥത്തിൽ മുഹഖിഖ് എന്ന് മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. ഇപ്പൊ നമ്മുടെ തസവുഫ് എന്ന് പറഞ്ഞാൽ അത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ തസവുഫ് ഖുർആൻ ഹദീസിനോട് യോജിച്ചതാണ്. അതിന്റെ മുഖാലിഫായാൽ ആ തസവുഫ് മുഅ്തബറല്ല. തർക്കു സലാത്തിൽ മഫ്റൂദത്തി സന്തഖ, ഗൗസുൽ ആദം ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ പറയും, ശരഈയായ ഹുക്മിനെ ഉപേക്ഷിക്കൽ, ഫർളുകളെ ഉപേക്ഷിക്കൽ സിദ്ദീഖിന്റെ അടയാളമാണ് എന്ന് പറഞ്ഞു. അനലാ ഉസല്ലി അലാ മൻ ലാ യുസല്ലി, 5 വക്ത് നിസ്കരിക്കാത്തവന്റെ മയ്യിത്ത് ഞാൻ നിസ്കരിപ്പിക്കുകയില്ല എന്ന് ഗൗസുൽ ആദം ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് പറഞ്ഞു. അവിടെ നമ്മുടെ മുൻഗാമികളായ അഹ്ലുസുന്നത്തുകൾ പറഞ്ഞു കൊടുത്ത തസവുഫ് സുന്നത്ത് ഖുർആൻ ഹദീസിനോട് യോജിച്ചതാണ്. ഖുർആൻ ഹദീസിനോട് മുഖാലിഫായാൽ ആ തസവുഫ് അല്ല. അത് എത്ര വലിയ കറാമത്തുകളായാലും ജരീദുൽ ബഗ്ദാദി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഒരുത്തൻ 1000 കലാമത്തുകൾ നിങ്ങൾ കണ്ടാലും അവൻ ഖുർആൻ ഹദീസിന്റെ പ്രകാരം അമൽ ചെയ്യുന്ന എന്ന് നോക്കും. അവന്റെ പ്രവൃത്തികളൊക്കെ നോക്കണം, അവന്റെ സംസാരങ്ങൾ നോക്കണം. 1000 കലാമത്തുകൾ ഉണ്ടായാലും ഖുർആൻ ഹദീസിനോട് ശരീഅത്തിനോട് മുഖാലിഫായാൽ ആ തസവുഫിൽ നിങ്ങൾ വലിച്ചെറിയും എന്ന് പറഞ്ഞു. ഇതാണ് നമുക്ക് നമ്മുടെ മുൻഗാമികൾ പഠിപ്പിച്ച തസവുഫ്. ഇതാണ് ഈ തസവുഫിൽ കറാമത്തിന്റെ പേരിൽ ആശ്രയിക്കൽ, കറാമത്തുണ്ടായാൽ അവനെ നബീന്റെ മഖാമിൽ കൊണ്ടുപോയി വെക്കൽ, കറാമത്ത് ഒരുത്തന് കിട്ടിയതുകൊണ്ട് കറാമത്താണോ അത് ഇർഹാസാണോ തദ്രീജാണോ ഇസ്തിദ്റാജാണോ ആർക്കറിയും. ഫിറഔനിന്റെ കയ്യിൽ ചില കറാമത്തുകൾ ഉണ്ടാകും. കറാമത്തല്ലാതെ ഖർഖുൽ ആദത്ത് അവരിലുണ്ടായി. ശരീഅത്തിലേക്ക് എതിരായ ദുഷ്ടന്മാർ അവരിലുമുണ്ടായി. ഖർഖുൽ ആദത്തുള്ളത് കൊണ്ട് അവൻ വലിയല്ല. അവൻ ശരീഅത്ത് പ്രകാരം അമലുണ്ടായില്ല, അത് നോക്കണം. ഇതാണ് നമുക്ക് നമ്മുടെ മുൻഗാമികൾ പഠിപ്പിച്ച ഈ തസവുഫ്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടാകാം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഹദീസാണ്. ഹദീസിൻ്റെ അടിസ്ഥാനത്തിലാണ് തസവുഫിനെ മനസ്സിലാക്കണം. ഖുർആൻ ഹദീസിനെ ഒരു ഭാഗത്ത് വെച്ചുകൊണ്ട് ഈ കശ്ഫും കറാമത്തുകളൊക്കെ നോക്കിയിട്ട് വിലായത്തിന്റെ തസവുഫിന്റെ മാനം ഉദ്ദേശിക്കാനും മനസ്സിലാക്കാനും പാടില്ല എന്നുള്ള വിഷയം ഞാൻ ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു ജല്ല ശാനുഹു യഥാർത്ഥമായ ഔലിയാക്കന്മാർ, യഥാർത്ഥമായ സൂഫിയാക്കളെ സ്നേഹിക്കുന്ന അവന്റെ വഴിയിൽ നടക്കുന്ന തൗഫീഖ് അല്ലാഹു നൽകുമാറാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്ന വാക്കുകൾ അവസാനിക്കുന്നു.